തലശ്ശേരി അതിരൂപതയിലെ മുതിർന്ന വൈദികൻ ഫാദർ ജോസഫ് വീട്ടിയാങ്കൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കരുവഞ്ചാൽ ശാന്തി ഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം നാളെ രാവിലെ 9:30 മുതൽ തലശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ എത്തിക്കും. തുടർന്ന് 11 ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയുടെ നേതൃത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. പാലാരൂപതയിലെ ചെറുവിത്താനത്ത് വീട്ടിയാങ്കൽ പരേതനായ ജോസഫ് ത്രേസ്യാമ്മ ദമ്പതികളുടെ മകനാണ്. 1968 മാർച്ച് 3 തലശ്ശേരി അതിരൂപത പ്രഥമ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയിൽ നിന്നാണ് ഫാദർ ജോസഫ് വീട്ടിയാങ്കൽ തിരുപ്പട്ടം സ്വീകരിച്ചത്. മരുതോങ്കര, പശിക്കടവ് എന്നീ ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായും ബളാൽ, ആനിക്കാംപൊയിൽ, മണിക്കടവ്, കോഴിച്ചാൽ, കുടിയാൻമല, പെരുമ്പടവ്, മേരിഗിരി, കൊളക്കാട്, വരക്കാട്, ചാല്യോത്ത് എന്നീ ഇടവകകളിൽ വികാരിയായും സേവനം ചെയ്തിട്ടുണ്ട്. 2020 ജൂൺ 28 മുതൽ കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. അച്ഛനെക്കുറിച്ച് തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നു. പ്രിയമുള്ളവരെ, തലശ്ശേരി അതിരൂപതയിലെ സീനിയർ വൈദികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ജോസഫ് വീട്ടിയാങ്കൽ അച്ഛൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം നിങ്ങളേവരെയും വ്യസനപൂർവ്വം അറിയിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ വളരെ പ്രഗത്ഭനായ, ഒത്തിരിയേറെ നന്മകൾ ചെയ്ത ഒരു വൈദിക പ്രമുഖനായിരുന്നു അദ്ദേഹം. ഈ വന്യ പുരോഹിതൻ തലശ്ശേരി അതിരൂപതയിലെ പ്രധാനപ്പെട്ട പല ഇടവകകളിലും വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആടുകളെ അറിയുന്ന ഇടയനായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരോട് വളരെ പ്രത്യേകമായ കരുണയും താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തൊരു വൈദികനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പണം സ്വരുക്കൂട്ടി വയ്ക്കുകയോ പണത്തിൽ സന്തോഷിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് നിർലോഭം സഹായധനമായി കൊടുക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ഈ അവസാന നാളുകളിൽ അദ്ദേഹം മരണമടയുമ്പോഴും ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിന് ബാക്കിയില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം മനുഷ്യർക്ക് വേണ്ടി സഹായം ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് വീട്ടിയാങ്കൽ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന നല്ല ചിന്തകൾ, സ്വന്തം ആളുകളെ അത്രയധികം സ്നേഹിച്ച ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. സ്വന്തം ഇടവകക്കാരോട് വളരെ തുറന്ന മനോഭാവത്തെ ഇടപെടുകയും അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുറി പൂട്ടിയിടാറില്ലായിരുന്നു. തനിക്കുള്ളതൊന്നും ആരും എടുത്തുകൊണ്ട് പോവുകയില്ല എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പൗരോഹിത്യ ധർമ്മമായി അദ്ദേഹം കരുതിയിരുന്നു. ഇത്തരുണത്തിൽ ഈ പാവനാത്മാവിൻ്റെ മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികളോടെ നിൽക്കാം. അദ്ദേഹത്തിലൂടെ തലശ്ശേരി അതിരൂപതയ്ക്ക്, വളരെ പ്രത്യേകമായി അവിഭക്ത തലശ്ശേരി അതിരൂപതയ്ക്കും ഈ പ്രദേശത്തിന് മുഴുവൻ ലഭിച്ച നന്മകൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് തലശ്ശേരി അതിരൂപത കേന്ദ്രത്തിലുള്ള കത്തീഡ്രൽ പള്ളിയിൽ തുടങ്ങുന്നതാണ്. അഭിനന്ദ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപതയിലെ സാധിക്കുന്നിടത്തോളം വൈദികരുടെ സഹകാർമ്മികത്വത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് വീട്ടിയാങ്കൽ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ നടക്കുന്നതാണ് എന്ന് അറിയിക്കട്ടെ.